പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുന്നു ഇന്ത്യ. സിയാൽകോട്ടിലും ലാഹോറിലും ഇന്ത്യയുടെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ്. ഇന്ത്യയുടെ പാക് പ്രകോപനത്തിനുള്ള മറുപടി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. അതേസമയം ഇതുവരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രകോപനങ്ങളിൽ ഇന്ത്യക്ക് മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുകൂടി സോഴ്സുകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള ആക്രമണ ശ്രമങ്ങളെയും ചെറുക്കാൻ, തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ജമ്മു കാശ്മീരിൽ വലിയ സ്ഫോടനം ഉണ്ടായതായിട്ടുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. സൗത്ത് കാശ്മീരിലാണ് വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഇതുവരെ ജീവൻ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ തയ്യാറെടുപ്പുകൾ ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ തയ്യാറെടുപ്പുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാ വിധത്തിലുള്ള ആക്രമണ ശ്രമങ്ങളെയും ചെറുക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ പാക് പ്രകോപനം ഇന്ത്യ പൊറുക്കില്ല. ഈ പാക് പ്രകോപനത്തിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തക്കതായ തിരിച്ചടി ഉണ്ടാകും. അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വവുമായി രാജ്നാഥ് സിംഗ് സംസാരിച്ചു. ചീഫ് ഓഫ് ഡിഫൻസുമായി ചർച്ച നടത്തി. അതിനുശേഷം ഡോവൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. ആ രീതിയിലുള്ള എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് വിവരം. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളാണ് നടന്നത്. എന്താണ് പാകിസ്ഥാനുള്ള തിരിച്ചടി എന്നത് നമുക്ക് കാണാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ ഡോവൽ കാണുന്നുണ്ട്. വലിയ രീതിയിലുള്ള തിരിച്ചടി പാകിസ്ഥാൻ ഇന്ത്യ നൽകും എന്നത് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. വിദേശകാര്യ സെക്രട്ടറി തന്നെ അക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യ തിരിച്ചടിക്കും. ഇന്ത്യ എസ്കലേഷൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ അതിനുള്ള തിരിച്ചടി ഇന്ത്യ നൽകും. അതിൽ വലിയ പ്രത്യാഘാതം പാകിസ്ഥാന് നേരിടേണ്ടി വരും എന്നതായിരുന്നു സൂചിപ്പിച്ചത്. മനു തുടരുന്നുണ്ട്. മനു, ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. 15ാം ദിവസമാണ് നമ്മൾ പഹൽഗാമിന്, അവിടുത്തെ കണ്ണീരിന്, ചോരയ്ക്ക് മറുപടി നൽകിയത്. ഇനിയിപ്പോൾ 2ാം ദിനം ഓപ്പറേഷൻ സിന്ദൂർ, അത് പാകിസ്ഥാനുള്ള കൂടുതൽ കടുത്ത പ്രഹരമായി മാറുമോ? ഇപ്പോൾ വരുന്ന പുതിയ ദൃശ്യങ്ങൾ, പാകിസ്ഥാന്റെ F-16 ജെറ്റ് വിമാനം ഇന്ത്യ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. F-16 ജെറ്റ് വിമാനം ഇന്ത്യ തകർത്തിരുന്നു. അവരുടെ JF-17ഉം ഇന്ത്യ തകർത്തിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400 എത്ര വിജയകരമായി പാകിസ്ഥാന്റെ F-16 തകർത്തു എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നു. സുദർശൻ ചക്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് റഷ്യൻ മെയ്ഡായിട്ടുള്ള S-400. ഏതായാലും അത് ഇന്ത്യയുടെ ഇന്നലെയും ഇന്നുമായി പാകിസ്ഥാൻ നടത്തിയ എല്ലാ ആക്രമണ ശ്രമങ്ങളെയും തകർത്തിരിക്കുകയാണ്. F-16 ഫൈറ്റർ ജെറ്റ് വിമാനം തകർത്തതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മനു, ഭരത് കേൾക്കാമോ? മനുവിലേക്ക് വരാം. ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. സിയാൽകോട്ടിലും ബജ്വ സെക്ടറിലും, പാകിസ്ഥാനിലെ ബജ്വ സെക്ടറിലും സിയാൽകോട്ടിലും ഇന്ത്യ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. സിയാൽകോട്ടിലും ബജ്വയിലുമാണ് ഇന്ത്യയുടെ തിരിച്ചടി. ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 2 മണിക്കൂറിലധികമായി ഇന്ത്യയിലേക്ക് നടത്തിയ പ്രകോപനപരമായ ആക്രമണ ശ്രമങ്ങൾക്ക് ഇന്ത്യ തിരിച്ചടി നൽകുന്നു. സിയാൽകോട്ടിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നു. ബജ്വ സെക്ടറിലും ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നു. ഇന്ത്യയുടെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. പാകിസ്ഥാന് കനത്ത മറുപടി നൽകാൻ തന്നെ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നു. ആ സമയം തന്നെ സിയാൽകോട്ടിലും ബജ്വയിലും ഇന്ത്യയുടെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എസ്കലേഷൻ ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം പാകിസ്ഥാൻ നേരിടേണ്ടി വരും എന്നത് വിക്രം മിസ്രി നൽകിയ സന്ദേശമാണ്. ഇന്ന് പാകിസ്ഥാന് തക്കതായ ശിക്ഷ, ഈ മണിക്കൂറുകൾ നീണ്ട ആക്രമണ ശ്രമത്തിനുള്ള ശിക്ഷയാണോ ഇന്ത്യ നൽകാൻ ഒരുങ്ങുന്നത്?
ജനക ഡൽഹി കേന്ദ്രീകരിച്ച് തിരക്കിട്ട ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിലവിലെ സാഹചര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവിയുമായും ഒപ്പം തന്നെ 3 സൈനിക മേധാവിമാരുമായും കൂടിക്കാഴ്ച നടത്തുകയും നിലവിലെ സാഹചര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടക്കും. ഇതിൽ ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ്, അതായത് നിലവിൽ ഇപ്പോൾ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സിയാൽകോട്ടിന് പിന്നാലെ ലാഹോറിലും തിരിച്ചടി നൽകുന്നു എന്നുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇസ്ലാമാബാദിലടക്കം ഇത്തരത്തിൽ ഓപ്പറേഷൻ വ്യാപിക്കാനായിട്ടുള്ള ഒരു നീക്കമുണ്ട്. അതിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത മിഥുൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു റിലീസ്, ഇന്ത്യൻ ആർമിയുടെ ഒരു റിലീസ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മിലിറ്ററി സ്റ്റേഷൻസ് ഓഫ് ജമ്മു, Pathankot and Udhampur in proximity to the international boundary in Jammu and Kashmir targeted by Pakistan using missiles and drones. No losses, threat neutralized by Indian armed forces as per SOP with kinetic and non-kinetic means. ഇത് ഒരു ജീവൻ പോലും നഷ്ടമായിട്ടില്ല. പക്ഷേ നമ്മളുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. എല്ലാവിധ ആക്രമണ ശ്രമങ്ങളെയും ചെറുക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് സൈന്യം സ്ഥിരീകരിക്കുന്നു. മിഥുൻ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് പാകിസ്ഥാന്റെ ഈ ആക്രമണം അത് ഒരു തരത്തിലും ഇന്ത്യൻ മണ്ണിലേക്ക് അവരുടെ ഓരോ ഡ്രോണോ അല്ലെങ്കിൽ ഒരു മിസൈൽ പോലും ഇന്ത്യയുടെ മണ്ണിലേക്ക് പതിക്കാൻ സാധിക്കാതെ അവയെല്ലാം തകർത്ത് കളയാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം നിലം തൊടാതെ പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം വന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഗങ്ങളിൽ പല മേഖലകളിൽ കേന്ദ്രീകരിച്ച് ഇപ്പോഴും തുടരുകയാണ്. അതിനെ ഇന്ത്യൻ സേനയ്ക്ക് ചെറുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിന്റെ പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ലാഹോറിലും ഒപ്പം തന്നെ സിയാൽകോട്ടിലും സമാനമായ രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതായത് ആദ്യം ഇതിന് സിയാൽകോട്ട് തെരഞ്ഞെടുത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ സിയാൽകോട്ട് എന്ന് പറയുന്ന അവിടുത്തെ സർക്കാരിന്റെ അധീനതയ്ക്ക് പുറമെ സിയാൽകോട്ട് കന്റോൺമെന്റ് ബോർഡാണ് ഇതിന്റെ അധികാരമുള്ളത്. അവരാണ് ഇതിന്റെ മിലിറ്ററി ഇന്റലിജൻസിന്റെ സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അവിടെ നിന്നാണ് കയറ്റുമതി ഇറക്കുമതി സംവിധാനങ്ങളുള്ളത്. അവിടെ ഒരു ചെറിയ വ്യോമയാന മന്ത്രാലയമുണ്ട്. ഒപ്പം തന്നെ അവിടെ ഒരു വിമാനത്താവളമുണ്ട്. അവയൊക്കെ കേന്ദ്രീകരിച്ച് അവിടെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ 2 ഡിവിഷനുകളിലായാണ് സിയാൽകോട്ടിലെ 2 റെജിമെന്റുകളാണുള്ളത്. അതിൽ ഒരു മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രഹരമേൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ F-16 വിമാനം അത് ഉപയോഗിച്ചായിരുന്നു, അമേരിക്കയുടെ F-16 വിമാനം ഉപയോഗിച്ചായിരുന്നു മിസൈലുകൾ ജമ്മുവിലെ എയർപോർട്ട് കേന്ദ്രീകരിച്ച പാകിസ്ഥാൻ തൊടുത്തത്. അവ നമ്മുടെ വജ്രായുധമായിട്ടുള്ള S-400 ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ സാധിക്കുകയും ചെയ്തതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ്. അത് തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റേജിൽ നിന്ന് ഇന്ത്യ തിരിച്ചടിയുടെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ലാഹോറിലും സിയാൽകോട്ടും കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ തിരിച്ചടി നടക്കുന്നു. ശക്തമായ മറുപടി പാകിസ്ഥാൻ ഇന്ത്യ നൽകുന്നു എന്ന വിവരം വരുന്നു. ലാഹോറിൽ വലിയ പുകപടലം കാണുന്നതായി ചില ട്വീറ്റുകൾ, മറ്റ് വിവരങ്ങൾ വരുന്നു. ലാഹോറും സിയാൽകോട്ടുമാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന 2 ഇടങ്ങൾ. അതിൽ ലാഹോറിൽ വലിയ സ്ഫോടനമുണ്ടായി എന്ന വിവരമുണ്ട്. മിഥുൻ, ഇതൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങളാണോ? വലിയ ആക്രമണങ്ങൾ, ഇന്ത്യ നടത്തുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാൻ ഡിനൈ ചെയ്യുകയും അല്ലെങ്കിൽ മറ്റുള്ള തരങ്ങളിൽ അവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ സൂചനകളുണ്ടോ? ഒരു അനൌദ്യോഗിക വിവരങ്ങൾ മാത്രമാണ് ഇത്, സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങളാണ്. അതായത് ലാഹോറിലടക്കം ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളത് അനൌദ്യോഗികമായിട്ടുള്ള വിവരമാണ്. പക്ഷേ എങ്കിൽ പോലും തന്നെ നമ്മൾ ഇന്ന് കണ്ടതാണ് ലാഹോറിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ഇന്ന് ഡ്രോൺ ആക്രമണം ഇന്ത്യ നടത്തിയത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിൽ അവരുടെ മിസൈൽ ലോഞ്ചർ സംവിധാനം, വ്യോമയാന മിസൈൽ ലോഞ്ചിങ് സംവിധാനം അത് തകർക്കപ്പെട്ടതായി നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം പ്രതിരോധ മന്ത്രാലയം പുറത്തുവിടുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഇന്ന് ആ മേഖലകളിലെ ചെറിയിടങ്ങൾ കേന്ദ്രീകരിച്ച് ഒരു സൂചന എന്ന രീതിയിൽ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും പ്രകോപനമുണ്ടായാൽ അതിനും അപ്പുറത്തേക്ക് വലിയൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു. അതേ രീതിയിൽ, അതേ നാണയത്തിൽ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ആ രീതിയിൽ വീണ്ടും ലാഹോർ, സിയാൽകോട്ട്, ഒപ്പം തന്നെ ഇസ്ലാമാബാദ്, ഈ 3 ഇടങ്ങളിലും ഒരേ സമയം അറ്റാക്ക് നടത്താനുള്ള ഒരു ശ്രമമായിരിക്കാം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് വ്യോമസേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിലൊരു സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിർണായക കൂടിക്കാഴ്ചകൾ നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നിലവിലെ സാഹചര്യം
കഴിഞ്ഞ 1.5 മണിക്കൂറുകളായി തുടരുന്ന ഈ ഒരു ആക്രമണം ജമ്മു കാശ്മീരിലും ഒപ്പം തന്നെ പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഈ 4 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണം, ഒപ്പം തന്നെ അതിനെ തകർത്ത സാഹചര്യം, അതിനെ നമ്മൾ നേരിട്ട സാഹചര്യം തുടങ്ങിയ നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ അജിത് ഡോവലും ഒപ്പം തന്നെ മറ്റു സേനാ മേധാവികളുമൊക്കെ അറിയിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു.